നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2024 തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. മനുഷ്യഗണത്തിൽപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാർ ഒട്ടനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുക്കളുമാണ്. ഏത് കാര്യവും ശുക്തിയുക്തമായി വാദിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ സഹൃദയരും സംഭാഷണപ്രിയരുമാണ്. ഇവരുടെ രാശ്യാധിപൻ ബുധനായതിനാൽ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നവരല്ല ഈ നക്ഷത്രക്കാർ. ചഞ്ചലചിത്തരും സഹനശക്തി കുറഞ്ഞവരുമാണ് ഇവർ. ദുർവാശിയും ദുരഭിമാനവും കൂടുതലുള്ള ഇവർക്ക് അവർ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാറില്ല. തങ്ങളുടെ ആശയങ്ങളോട് യോജിക്കാത്തവരോട് അങ്ങേയറ്റം വിരോധം കാണിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. നല്ല ബുദ്ധിശക്തിയുള്ള ഇവർ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ളവരായിരിക്കും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ പൊതുവെ കുറവായിരിക്കും. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആത്മാർത്ഥത പുലർത്തണമെങ്കിലും ചില അവസരങ്ങളിൽ സഹായിച്ചവരോട് തികഞ്ഞ നന്ദികേട് കാണിക്കുന്നവരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ. താൻ ചെയ്യുന്നത് അങ്ങേയറ്റം ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ. ഒരു തൊഴിലിലും ഉറച്ചു നിൽക്കാത്ത ഇവർ ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും വലിയ അഭിമാനക്ഷതമായി കാണുന്നവരുമാണ്. ഇനി 2024 ഈ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് നോക്കാം. കർമാധിപനായ വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 തൊഴിൽപരമായി പല വിധത്തിലുമുള്ള നേട്ടങ്ങളുണ്ടാകുന്നതാണ്. തൊഴിലന്വേഷകർക്ക് മികച്ച തൊഴിൽ ലഭ്യമാകുന്നതാണ്. ജോലിയിൽ പ്രൊമോഷനും വേതന വർധനവും ഉണ്ടാകും. ഭാഗ്യാധിപനായ ശനിയുടെ സ്വക്ഷേത്രസ്ഥിതിയാൽ ഇവർക്ക് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ അവസരങ്ങൾ ഏറി വരുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും വിട്ടുമാറി പ്രവർത്തിക്കുന്നത് വഴി ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നതാണ്. കോടതി നിയമ നടപടികൾ നേരിടേണ്ടതായി വരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിച്ചു വരും. സ്ത്രീകൾ മുഖേന അപവാദങ്ങൾ കേൾക്കുന്ന സാഹചര്യം വന്നു ചേരും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മാനസികമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. ഇത് മനോവിഷമങ്ങൾക്ക് വഴിവെക്കും. കുടുംബത്തിൽ പൊതുവെ സ്വച്ഛതയും സമാധാനവും ഉണ്ടാകും. പിതാവിന് രോഗങ്ങൾ വർദ്ധിച്ചേക്കാം. ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാധ്യമാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. യാത്രാക്ലേശവും അലച്ചിലും വർദ്ധിച്ചു വരുന്നതാണ്. ജീവിതത്തിലെ സുപ്രധാനമായ പല തീരുമാനങ്ങളും നടപ്പാക്കുവാൻ സാധിക്കും. കുടുംബത്തിലും ജോലിസ്ഥലത്തും ചുമതലകൾ വർദ്ധിച്ചു വരുന്നതാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്.
സാഹസ പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി കൂടുതലായി പരിശ്രമിക്കേണ്ടി വരും. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായവും പിന്തുണയും ഉണ്ടാകുന്നതുകൊണ്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2024 സാധിക്കുന്നതാണ്. കലാകാരന്മാർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും ബഹുമതികളും വന്നു ചേർന്നതാണ്. തങ്ങളുടെ കഴിവുകൾ നേരാവണ്ണം പ്രകടിപ്പിക്കുവാനും അതിലൂടെ ജനസമ്മതി നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. പഴയ വാഹനം മാറ്റി വാങ്ങുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ്. നിയമജ്ഞർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിവിധങ്ങളായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരും. വിനോദ തീർത്ഥാടന യാത്രകൾ നടത്തുന്നതാണ്. അപ്രതീക്ഷിതമായ ധനാഗമ യോഗം കാണുന്നു. വർഷം മതത്തിന് ശേഷം ബിസിനസ് രംഗം മെച്ചപ്പെടുകയും വിവാഹങ്ങൾ നടക്കുകയും മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള വിവാഹങ്ങൾ സാധ്യമാകുകയും വിദേശയാത്രകൾ സഫലമാകുകയും ചെയ്യുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ വർദ്ധിച്ചു വരും. പൊതുജന അംഗീകാരവും ബഹുമാനവും സിദ്ധിക്കുന്നതാണ്. വർഷാവസാനത്തോടെ കർമ്മ മേഖലയിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടാകും. അവിചാരിതമായി നേട്ടങ്ങളുണ്ടാകുമെങ്കിലും ആരോപണങ്ങൾക്ക് വിധേയനാകേണ്ട സാഹചര്യം വന്നു ചേരും. ശിരോരോഗങ്ങളും നേത്ര സംബന്ധിയായ രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർ ശനി, കേതു, സൂര്യൻ എന്നിവരുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. കൂടാതെ സർപ്പദേവതകളെയും രാഹുവിനെയും പൂജിക്കുകയും ജന്മനാളുകളിൽ കാവുകളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇവരുടെ ഭാഗ്യദേവതകളായി പറയുന്നത് ദുർഗയും ശിവശക്തിയുമാണ്. ശനി, കേതു, രാഹു എന്നിവരുടെ ദശാകാലങ്ങൾ ഇവർക്ക് ദോഷകരമായി പറയുന്നു.